നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആൻഡ് ടർട്ടിൽ ഐലൻഡ് ഭാഗം 2. അമേരിക്കയിലെ നൻഡക്കറ്റ് ദ്വീപിൽ നിന്നും യാത്ര തിരിച്ച ഒയിനോ എന്ന തിമിംഗലവേട്ട കപ്പല് 1825 ഏപ്രിൽ മാസത്തിൽ പസഫിക്കിലെ ഫിജി ദ്വീപുകളിൽപ്പെടുന്ന ബട്ടോവ എന്ന ചെറു ദ്വീപിനടുത്തുള്ള പവിഴപ്പുറ്റിൽ തട്ടി തകരുകയും നാവികര് ദ്വീപിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു. ആ ദ്വീപ് നിവാസികൾ നല്ല ആളുകളായിരുന്നുവെങ്കിലും അടുത്തുള്ള ഓനോ എന്ന ദ്വീപിൽ നിന്ന് എത്തിയ ആളുകൾ നാവികരെല്ലാം ക്രൂരമായി വധിച്ചു കളഞ്ഞു. എന്നാൽ അപകടം മുൻകൂട്ടി കണ്ട വില്യം ക്യാരി എന്ന നാവികൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരുന്ന് കൂട്ടക്കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ശേഷം ആ ദ്വീപിലെ തന്നെ ഒരാൾ ക്യാരിയെ മകനായിട്ട് ദത്തെടുത്തതുകൊണ്ട് തന്നെ ആ നാവികനെ പിന്നീട് ആരും ഉപദ്രവിച്ചില്ല. രക്ഷപ്പെട്ടെങ്കിലും തിരിച്ച് നൻഡക്കറ്റിൽ എത്തിച്ചേരുക എന്നത് വില്യം ക്യാരിക്ക് ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട ക്യാരി തന്നെ രക്ഷപ്പെടുത്തിയ ആളുടെ കൂടെ ആ ദ്വീപിൽ താമസം ആരംഭിച്ചു. ആ രീതിയിൽ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കടലിൽ വീണ്ടും 2 വലിയ ബോട്ടുകൾ, വഞ്ചികൾ പ്രത്യക്ഷപ്പെട്ടു. അതോടുകൂടി ക്യാരിയും ദ്വീപ് നിവാസികളും വീണ്ടും ഭീതിയിലായി. ആളുകൾ ഗ്രാമത്തിലേക്ക് ഓടുകയും അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കാട്ടിലേക്ക് മാറ്റുകയും മറ്റു ചിലത് മണലിൽ കുഴിച്ചിടുകയും ചെയ്തു. എന്നാൽ ആകെ ഭയന്നുപോയ ക്യാരിയെ അവർ ആശ്വസിപ്പിച്ചു. ഈ വരുന്നത് പഴയ ഓനോ ദ്വീപുകാരല്ല, മറിച്ച് ലാക്കേബ എന്ന ദ്വീപിൽ നിന്ന് ഉള്ളവരാണ്. അവർ വെള്ളക്കാരോട് സൗഹൃദത്തിൽ പെരുമാറുന്ന ആളുകളാണ്. അത് കേട്ടതോടുകൂടി ക്യാരിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടി. ഈ സമയം ലാക്കേബ ദ്വീപുകാർ കരയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിറച്ചു നിൽക്കുന്ന ക്യാരിയുടെ അരികിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് അക്കൂട്ടത്തിൽ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ക്യാരിയുടെ വായ ഒളിഞ്ഞുപോയി. ലാക്കേബ ദ്വീപുകാർക്ക് അമേരിക്കൻ കപ്പലിലൊക്കെ ആയിട്ട് കച്ചവട ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അവരിൽ ചിലർക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറഞ്ഞാലും മനസ്സിലാവുകയും ചെയ്യും. ഇത് ക്യാരിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസമാണ് നൽകിയത്. അക്കൂട്ടത്തിൽ ടോക്ക എന്ന ഒരാൾക്ക് ക്യാരിയെ വളരെയധികം ഇഷ്ടപ്പെടുകയും അയാൾ ക്യാരിയുടെ കുടിലിൽ കയറിയിട്ട് അയാളുടെ സാധനങ്ങൾ സകലതും എടുത്ത് ഈ ടോക്കയുടെ വഞ്ചിയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ശേഷം അറിയാവുന്ന മുറി ഇംഗ്ലീഷിലും ആംഗ്യഭാഷയിലും ക്യാരി ഇനി മുതൽ തൻ്റെ സംരക്ഷണയിലാണെന്നും ആരെങ്കിലും ക്യാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തന്നെ അറിയിക്കണമെന്നും ക്യാരി അറിയിച്ചു. ഇത് കഴിഞ്ഞിട്ട് അവർ ദ്വീപിലുണ്ടായിരുന്ന ആളുകളോട് ക്യാരി എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും കപ്പലിന് എന്താണ് സംഭവിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇതിനിടെ കപ്പലിലെ തോക്കുകളും മറ്റും എവിടെയാണെന്ന് ദ്വീപുകാരോട് ചോദിച്ചപ്പോഴേക്കും അതെല്ലാം ഓനോ ദ്വീപുകാർ കൊണ്ടുപോയെന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത്. എന്നാൽ ഇതറിയാതെ തോക്കുകളെല്ലാം ഇവർ ദ്വീപിൽ എവിടെയോ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് ക്യാരി അവരോട് പറഞ്ഞു. അതോടുകൂടി ടോക്കയുടെയും കൂട്ടരുടെയും മട്ടും ഭാവം മാറി. അവർ ദ്വീപുകാരോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയതോടെ അവർ കുഴിച്ചിട്ടിരുന്ന സകല തോക്കുകൾ ഉൾപ്പെടെയുള്ള സകല വസ്തുക്കളും കുഴിച്ചെടുത്ത് അവർക്ക് ഈ ടോക്കയ്ക്കും കൂട്ടർക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ടോക്കയുടെയും കൂട്ടരുടെയും ആ സമയത്തെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ദ്വീപ് മുഴുവനും അവർ നശിപ്പിച്ചേക്കുമെന്ന് വരെ ക്യാരിക്ക് തോന്നി. എന്നാൽ തോക്കുകൾ കിട്ടിയതോടെ അവർ ശാന്തരാകുകയും ചെയ്തു. അവസാനം അവർ തിരികെ പോകുവാനായിട്ട് തയ്യാറായി. ക്യാരിയെ തങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ടോക്ക അദ്ദേഹത്തിന്റെ സാധനങ്ങൾ നേരത്തെ വഞ്ചിയിലേക്ക് കയറ്റിയത്. ക്യാരിക്കും അവരോടൊപ്പം പോകുവാനായിരുന്നു താല്പര്യം. കാരണം ഈ ചെറു ദ്വീപിൽ ഇനിയും കഴിയുന്നത് സുരക്ഷിതമല്ല. ചുറ്റുവട്ടത്തുള്ള വേറെ പല ദ്വീപുകാരും ഇനിയും ഇവിടം സന്ദർശിച്ചേക്കാം. അവരൊക്കെ തന്നോട് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. എന്നാൽ ടോക്ക ഉൾപ്പെടുന്ന ഈ ഒരു സംഘം പ്രബലരാണ്. കൂടാതെ ക്യാരിയോട് അവർ നല്ല രീതിയിലാണ് പെരുമാറുന്നതും. അങ്ങനെ തന്നെ മകനായിട്ട് ദത്തെടുത്ത പ്രായമുള്ള ആളോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും യാത്ര പറഞ്ഞിട്ട് ക്യാരി ടോക്കയുടെ കൂടെ വഞ്ചിയിലേക്ക് കയറി. ഒന്നോർത്താൽ നമ്മുടെ ജീവിതവും ഇതുപോലൊരു സാഹസിക യാത്രയാണ്. നമുക്ക് ശമ്പളം കിട്ടുന്നു, ചിലവുകൾ നോക്കുന്നു, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. പക്ഷേ എല്ലാ കാലത്തും ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ? ഒരു നാള് നമ്മൾ ജോലിയൊക്കെ മതിയാക്കി വിശ്രമ ജീവിതത്തിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ചെലവുകൾ എങ്ങനെ നടക്കും? അതിന് നമ്മൾ സമ്പാദിക്കുന്ന കാലത്ത് തന്നെ ചെറിയ രീതിയിൽ നിക്ഷേപങ്ങളൊക്കെ തുടങ്ങി വെക്കണം. നിക്ഷേപിക്കുമ്പോൾ കുറച്ചെങ്കിലും മാർക്കറ്റിലും ബാങ്കിലും റിയൽ എസ്റ്റേറ്റിലും സ്വർണ്ണത്തിലും ബോർഡിലും ഒക്കെ ആയിട്ട് പലയിടത്തുമായിട്ട് നിക്ഷേപിച്ചാൽ കൂടുതൽ നന്നായിരിക്കും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ, അതോടൊപ്പം ടാക്സ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നോക്കുന്നവർക്ക് ഇപ്പോൾ മികച്ച ഒരു അവസരം വന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ആക്സിസ് മാക്സ് ലൈഫിന്റെ പുതിയ NFO ഇന്ത്യ കൺസപ്ഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. പക്ഷേ ഈ വരുന്ന ഒക്ടോബർ 26 വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് പോലും നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന പണം മച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കും. പിന്നെ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്താൽ അതിനനുസരിച്ച് ലാഭവും കിട്ടും. നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ബാങ്കുകൾ 5-6% മാത്രം റിട്ടേൺ നൽകുന്ന സ്ഥാനത്ത് ആക്സിസ് മാക്സ് ലൈഫിന്റെ തന്നെ 2008 ലോഞ്ച് ചെയ്ത ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 7 വർഷത്തിൽ 22.7% CAGR റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും ലഭിക്കും.
വർഷം തോറും 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, ഈ NFയുടെ അവസാന തീയതി ഒക്ടോബർ 26 വരെയാണ്. ഇനി 4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും സാധിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ക്യാരി ബട്ടോവിൽ നിന്നും യാത്ര പറഞ്ഞിട്ട് ടോക്കയുടെ കൂടെ അയാളുടെ വഞ്ചിയിൽ കയറി. സത്യത്തിൽ ഈ ടോക്കയുടെ സംഘത്തിലുള്ള എല്ലാവരും ഇവർ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ വന്നു എന്ന് പറയപ്പെടുന്ന ലാക്കേബ ദ്വീപിൽ ഉണ്ടായിരുന്ന ആളുകളല്ല. എന്നാൽ അവരെല്ലാം തന്നെ ലാക്കേബ ദ്വീപിലെ ചീഫിനെ അനുസരിക്കുന്ന മറ്റ് ദ്വീപുകളിലെ ആളുകളായിരുന്നു. ലാക്കേബ ചീഫിന് വേണ്ടിയിട്ട് മറ്റ് ദ്വീപുകൾ സന്ദർശിക്കുകയും ആ ദ്വീപിലെ ആളുകൾ ലാക്കേബയിലെ ചീഫിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്ന സംഘമായിരുന്നു അത്. ഇവിടെ രാജാവ് എന്ന പദത്തിനേക്കാളും ഗോത്രത്തലവൻ അഥവാ ചീഫ് എന്ന പദമാണ് കൂടുതൽ ചേരുക. വർഷത്തിൽ ഒരു തവണയാണ് തനിക്കുള്ള സമ്മാനങ്ങൾ വാങ്ങി വരുവാനായിട്ട് ഈ ലാക്കേബ ചീഫ് ഇതുപോലെ ആളുകളെ സകല ദ്വീപുകളിലേക്കും അയക്കുന്നത്. പോകുന്ന വഴി അവർ ചുറ്റുവട്ടത്തുള്ള പല ദ്വീപുകളും സന്ദർശിക്കുകയും 3-ാം ദിവസം ലാക്കേബയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഫിജി ദ്വീപുകളിലെ വസ്ത്രമാണ് ആ സമയം ക്യാരി ധരിച്ചിരുന്നത്. അതായത് അരയിൽ എന്തോ ഒന്ന് കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. തീരത്ത് അവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഇടയിലൂടെ ഏതാണ്ട് 1 മൈൽ ദൂരം നടന്നിട്ടാണ് ക്യാരിയും സംഘവും ചീഫ് താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. അവിടെ അവർക്കെല്ലാം കുടിക്കുവാനായിട്ട് ഒരു പ്രത്യേക പാനീയം നൽകപ്പെട്ടു. കാവ അല്ലെങ്കിൽ യാങ്കോന എന്ന ഡ്രിങ്ക് ആയിരുന്നു അത്. നമ്മുടെ കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ട കാവ എന്ന ചെടിയുടെ വേരുകളിൽ നിന്നാണ് ഈ ഒരു പാനീയം നിർമ്മിക്കുന്നത്. ചെടിയുടെ വേരുകൾ ചതച്ചുണ്ടാക്കുന്ന നീര് തേങ്ങാപ്പാലിലിട്ട് കലക്കിയിട്ടാണ് ഇതുണ്ടാക്കുക. കാവ എന്നാൽ പുളിയുള്ളത് എന്നാണ് അർത്ഥം. സംഭവം ചെറുതായിട്ട് തലയ്ക്ക് പിടിക്കും. ചിലപ്പോൾ അത്യാവശ്യം ഉന്മേഷം കിട്ടിയതായിട്ട് തോന്നുകയും ചെയ്യും. ആങ്സൈറ്റി ഡിസോർഡറിനൊക്കെ ഇത് കൊള്ളാമെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു സോഷ്യൽ ഡ്രിങ്കാണ്. എന്ന് വെച്ചാൽ 10 പേര് കൂടിയിരിക്കുമ്പോൾ കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നല്ല, മറിച്ച് എല്ലാവരും കൂടിയിരുന്ന് ഉണ്ടാക്കിയാണ് ഇത് കുടിച്ചിരുന്നത്. ഈ ഉണ്ടാക്കൽ ബഹുകേമമാണ്. ചീഫ് ഒഴികെ മറ്റെല്ലാവരും ചെടിയുടെ വേരെടുത്ത് വായിലിട്ട് ചവയ്ക്കും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ചവച്ച് തുപ്പും. ഇതിലേക്ക് തേങ്ങാപ്പാലോ വെള്ളമോ ഇട്ട് കലക്കിയാൽ സംഭവം റെഡി. ശേഷം ചിരട്ടകളിലാണ് ഇത് വിതരണം ചെയ്യുക. പസഫിക് ഐലൻഡുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഡ്രിങ്കാണ് ഇത്. ഇതിൻ്റെ നിർമ്മാണ രീതി ആദ്യമൊക്കെ ക്യാരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഇത് കുടിച്ച ശേഷമുള്ള അനുഭൂതി കാരണം പിന്നീട് അതൊന്നും കാര്യമാക്കിയില്ല. ഇതിനിടെ ലാക്കേബ ചീഫ് കൂടെയുള്ള ആളുകളോട് ക്യാരിയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. ക്യാരി ആളുകളെ തിരിച്ചറിഞ്ഞാൽ നാവികരെ കൂട്ടക്കൊല ചെയ്ത ആളുകളെ പിടികൂടി ശിക്ഷിക്കുവാനും അദ്ദേഹം ഒരുക്കുമായിരുന്നു. ഇതിനിടെ ടോക്കയും കൂട്ടരും ഒയിനോ ദ്വീപിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടുവന്ന 7 തോക്കുകൾ ചീഫിന് സമ്മാനമായിട്ട് കൊണ്ടുകൊടുത്തു. മണ്ണിൽ കിടന്ന് ദ്രവിച്ച രീതിയിലായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നത്. ചീഫ് അത് വൃത്തിയാക്കി തരാമോ എന്ന് നമ്മുടെ ക്യാരിയോട് ചോദിച്ചു. ഇങ്ങേരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ പറ്റിയ അവസരമായതുകൊണ്ട് തന്നെ ക്യാരി അതിന് സമ്മതിക്കുകയും ചെയ്തു. തോക്കുകൾ പല ഭാഗങ്ങളാക്കി അഴിച്ചെടുത്ത് വൃത്തിയാക്കിയ ശേഷം വീണ്ടും കൂട്ടി യോജിപ്പിച്ച് തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചീഫിന് അത്യധികം സന്തോഷമായി. ഈ പണിയൊക്കെ അറിയാവുന്ന ആളുകൾ ഈ ദ്വീപിലില്ല. ഇതിനുശേഷം അദ്ദേഹം ക്യാരിയെ തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വേട്ടയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ക്യാരിയെയും കൂടെ കൂട്ടി. ഇതെല്ലാം ശരിക്കും വലിയൊരു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു. ആ ദ്വീപിൽ നിന്നും ചുറ്റുവട്ടത്തുള്ള മറ്റു ദ്വീപുകളിൽ നിന്നും ഒക്കെ ആയിട്ട് ആളുകൾ മൃഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ലാക്കേബ ദ്വീപിലേക്ക് വന്നു തുടങ്ങി. എന്നിട്ട് ഈ ഒരു സാധനങ്ങളെല്ലാം ദ്വീപിന്റെ ഒരു ഭാഗത്ത് കൂട്ടിവെച്ച ശേഷം സ്ത്രീകൾ അത് പാചകം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഏതാണ്ട് 2000-ഓളം ആളുകളാണ് ആ ഒരു സമയം 100 കണക്കിന് വഞ്ചികളിലായിട്ട് ഈ ദ്വീപിൽ എത്തിച്ചേർന്നത്. ഒരു മൈതാനത്ത് വലിയൊരു മണ്ഡപത്തിലാണ് നമ്മുടെ ഈ ചീഫ് ഇരുന്നിരുന്നത്. ക്യാരി അദ്ദേഹം കൂടെ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആളുകൾ തമ്മിലുള്ള ഗദായുദ്ധമായിരുന്നു ചടങ്ങുകളിൽ ഏറ്റവും വലുത്. ഒരാൾ മുന്നോട്ട് വന്ന ശേഷം ഒരു നാളികേരം ഉടച്ച ശേഷമാണ് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നത്. 2 പേർ തമ്മിലുള്ള മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത 2 പേര് രംഗത്തിറങ്ങുകയും മത്സരം അങ്ങനെ തുടരുകയും ചെയ്യും. ഇതിനുശേഷം മുഷ്ടിയുദ്ധമാണ് അരങ്ങേറുക. മരത്തിൻ്റെ തൊലി കൈകളിൽ ഗ്ലൗസ് പോലെ മൂടി വെച്ചാണ് മുഷ്ടിയുദ്ധം നടത്തുക. ഈ മരത്തൊലിയെ ടാപ്പ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ നീണ്ട ഇത്തരം കായിക പ്രകടനത്തിനിടയിൽ ഒരാൾ കള്ളത്തരം കാണിച്ചതോടെ കാണികൾക്കിടയിൽ ബഹളമായി. ആളുകൾ തമ്മിൽ അടിയും കലാപവും ഉണ്ടാകുന്ന ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും ചീഫ് അരസ്യത്തോടെ കസേരയിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയും ആളുകൾ അതോടുകൂടി ശാന്തരാകുകയും ചെയ്തു. വില്യം ക്യാരി ഇങ്ങനെ ലാക്കേബ ദ്വീപിൽ കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞുകൂടുന്ന വേളയിലാണ് ബൗ എന്ന ദ്വീപിൽ നിന്നും കുറച്ച് ആളുകൾ ചീഫിനെ കാണുവാനായിട്ട് ലാക്കേബയിലെത്തിയത്. ഒരു ഫിലിപ്പീൻസ് കപ്പലിൽ നാവിക കലാപം നടത്തി പിടിയിലായ കുറച്ച് പേര് തടവുകാരായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ക്യാപ്റ്റനെയും ഓഫീസർമാരെയും കൊന്ന് കപ്പൽ പിടിച്ചെടുത്തുവെങ്കിലും
ദ്വീപുകാർ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ കപ്പലിൽ വെള്ളക്കാരോ അമേരിക്കക്കാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നായിരുന്നു ക്യാരിക്ക് അറിയേണ്ടിരുന്നത്. 3 പേര് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം എവിടെ പോയി എന്ന് അവർക്ക് അറിയുമായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് കപ്പലൊന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ ക്യാരി മറ്റ് ദ്വീപുകളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ചീഫ് ബൗ ദ്വീപിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞതോടെ ക്യാരിയും കൂടെ പോകുവാനായിട്ട് തീരുമാനിച്ചു. 20 തോണികളാണ് യാത്രയ്ക്കായിട്ട് സജ്ജമാക്കിയത്. ഇതിൽ ബൗ ദ്വീപിലെ ചീഫിനുള്ള സമ്മാനങ്ങൾ, പ്രത്യേകിച്ച് വെളിച്ചെണ്ണ, മരത്തൊലി ഉണക്കിയത്, പിന്നെ തിമിംഗലത്തിന്റെ പല്ലുകൾ, ഇതൊക്കെയായിരുന്നു വഞ്ചികളിൽ നിറച്ചത്. മരത്തൊലി അഥവാ മുമ്പ് പറഞ്ഞ ടാപ്പ വസ്ത്രങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. തിമിംഗലത്തിന്റെ പല്ലുകൾ ചിലപ്പോഴും വിലപിടിപ്പുള്ള സമ്മാനമായിട്ടും കറൻസി ആയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. തന്റെ 5 ഭാര്യമാരെയും ചീഫ് ഈ യാത്രയ്ക്കായിട്ട് കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവര് കിടക്കുവാനുള്ള പായകളും പാചകം ചെയ്യുവാനുള്ള കലങ്ങളും തവികളും മറ്റും എടുത്തുകൊണ്ടാണ് വഞ്ചികളിൽ കയറിയത്. ശാന്തമായ കാറ്റ് കിട്ടിയതോടെ അവർ യാത്ര ആരംഭിച്ചു. ദ്വീപിന് ചുറ്റുമുണ്ടായിരുന്ന പവിഴപ്പുറ്റുകൾക്കിടയിൽ നിന്നും പുറം കടലിലെത്തിയതോടെ ക്യാരിയുടെ കണ്ണുകൾ അകലേക്ക് നീണ്ടു. ഏതെങ്കിലും കപ്പലുകൾ കാണാനുണ്ടോ എന്നായിരുന്നു ക്യാരി തിരക്കിയത്. ഈ യാത്രയിൽ ഒട്ടനവധി ദ്വീപുകളിൽ ഇറങ്ങിയാണ് അവർ പോയിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം സമ്മാനങ്ങളൊക്കെ ആയിട്ട് തീരത്തെത്തുകയും ചീഫിന് അതെല്ലാം കൊടുക്കുകയും ചെയ്തു. അവസാനം അവർ മോട്ടുറുക്കി എന്ന ദ്വീപിൽ എത്തിച്ചേർന്നു. മോട്ടുറുക്കി എന്നാൽ ചെറുദ്വീപ് എന്നാണ് അർത്ഥം. ഇന്ന് കുടിവെള്ളത്തിന് വളരെയധികം ക്ഷാമമുള്ള ഒരു ദ്വീപാണിത്. ചുറ്റുവട്ടത്തുള്ള മറ്റ് ദ്വീപുകളിൽ നിന്നും ബോട്ടുകളിൽ ശുദ്ധജലം എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതാണ്ട് 600-ൽ കൂടുതൽ ആളുകൾ ഇന്ന് മോട്ടുറുക്കി ദ്വീപിൽ താമസമുണ്ട്. ചരിത്രപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദ്വീപാണ് ഇത്. 2800 വർഷം പഴക്കമുള്ള മനുഷ്യന്റെ ഒരു അസ്ഥികൂടം ഇവിടെ നിന്നും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. മന എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഏതാണ്ട് 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ അസ്ഥികൂടമാണ് മന. മന എന്നാൽ സത്യം എന്നാണ് അർത്ഥം. ഫിജി ദ്വീപിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള അസ്ഥികൂടമാണ് ഇത്. വടക്കൻ ഫിലിപ്പീൻസ് ദ്വീപുകളിൽ നിന്നും 3500 വർഷങ്ങൾക്ക് മുമ്പ് ഫിജി ദ്വീപുകളിലേക്ക് കുടിയേറിയ ലാപ്പിത്ത എന്ന വർഗത്തിൽപ്പെടുന്ന ആളാണ് ഈ മന. തറയിൽ നിന്നും 1.5 മീറ്റർ ആഴത്തിലാണ് മനയെ കുഴിച്ചിട്ടിരുന്നത്. ചുറ്റിനും അവർ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും മറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. കടൽ കക്കകളുടെയും ഒച്ചുകളുടെയും ഷെല്ലുകൾ അവരുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. ഇവരുടെ പല്ലുകളിൽ ഉണ്ടായിരുന്ന കറയിൽ നിന്നും അക്കാലത്തും മുമ്പ് പറഞ്ഞ കവാ വേരുകൾ ഇവർ ചവച്ചിരുന്നു എന്ന് ഗവേഷകർക്ക് പിടികിട്ടി. എന്തായാലും മനയെ കാര്യമായിട്ട് പഠിച്ച ശേഷം ഇപ്പോൾ അവരെ വീണ്ടും ഇതേ ദ്വീപിൽ തന്നെ തിരികെ കൊണ്ടുവന്ന് മാന്യമായിട്ട് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാരിയും സംഘവും ഇവിടെ എത്തി അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ബൗ ദ്വീപിൽ നിന്നും ഒരു തോണി അവിടെ എത്തിച്ചേർന്നു. വില്യം ക്യാരിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വഞ്ചിയിൽ ഒരു വെള്ളക്കാരനും ഉണ്ടായിരുന്നു. ആ വഞ്ചി തീരത്തോട് അടുത്ത് വരുന്ന സമയം തോണിയിലുണ്ടായിരുന്ന വെള്ളക്കാരൻ ക്യാരിയെ കൈകൾ ഉയർത്തി വീശി കാണിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അയാൾ ക്യാരിയെ പേരെടുത്ത് വിളിക്കുന്നത് കേട്ടിട്ട് വില്യം ക്യാരിക്ക് ആകെ അത്ഭുതമായി. അടുത്ത് വന്ന അയാൾ കണ്ണുമിഴിച്ച് നിൽക്കുന്ന ക്യാരിയോട് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ നാട്ടുകാരനും ബാല്യകാല സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഡേവിഡ് വിപ്പിയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ടൊരൊറ്റ വെള്ളക്കാരനെ പോലും കണ്ടിട്ടില്ലാത്ത ക്യാരിക്ക് ഇപ്പോൾ ഒരാളെ കാണാൻ കിട്ടിയെന്ന് മാത്രമല്ല, അത് ക്യാരിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന കളിക്കൂട്ടുകാരൻ കൂടിയായ ഡേവിഡ് വിപ്പിയാണ് എന്നും കൂടി അറിഞ്ഞതോടെ സന്തോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആരാണ് ഈ ഡേവിഡ് വിപ്പി? അയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നമ്മയൊക്കെ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ് ഡേവിഡ് വിപ്പിക്ക് പറയുവാനുള്ളത്. വില്യം ക്യാരിയെ പോലെ തന്നെ അമേരിക്കയിലെ നൻഡക്കറ്റിൽ 1802-ൽ ജനിച്ച ഡേവിഡ് വിപ്പി 1816-ൽ ഹീറോ എന്ന തിമിംഗലവേട്ട കപ്പലിൽ കയറിക്കൂടി. എന്നാൽ ആ യാത്ര മുഴുമിപ്പിക്കാതെ വിപ്പി പെറുവിൽ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും വിപ്പി പിന്നീട് കയറിക്കൂടിയത് പ്രശസ്തനായ ഫ്രഞ്ച് പരിവേഷകൻ പീറ്റർ ഡിലോണിന്റെ കാൾഡർ എന്ന കപ്പലിലാണ്. പീറ്റർ ഡിലോണിനെ നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പസഫിക്കിലെ അപ്രത്യക്ഷമായ ലാ പെഹൂസ് അല്ലെങ്കിൽ ലാ പെരൂസ് എന്ന പരിവേഷകനെയും അദ്ദേഹത്തിന്റെ കപ്പലുകളെയും അന്വേഷിച്ചു പോയ ആളാണ് പീറ്റർ ഡിലോൺ. അദ്ദേഹത്തിന്റെ കാൾഡർ എന്ന കപ്പലിലാണ് ഡേവിഡ് വിപ്പി കയറിക്കൂടിയത്. ഈ കാൾഡർ എന്ന കപ്പൽ നമ്മുടെ കൊൽക്കത്തയിലാണ് ഉണ്ടാക്കിയത്. ഈ കപ്പൽ 1824-ൽ ഫിജിയൻ ദ്വീപുകളിൽ എത്തിച്ചേർന്നു. അന്ന് ഈ ദ്വീപുകളിൽ കടൽ വെള്ളരി അഥവാ സീ കുക്കുംബർ എന്ന കടൽ ജീവികളെ ധാരാളം കിട്ടുന്ന സമയമായിരുന്നു. കുഴൽ രൂപത്തിലുള്ള ഈ ജീവികളെ പിടികൂടി ഉണക്കിയാണ് കപ്പലുകളിൽ കയറ്റി അയച്ചിരുന്നത്. ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കടൽ വെള്ളരി ഫിജിയൻ ദ്വീപുകാരുടെ പ്രധാന വരുമാന മാർഗം കൂടിയായിരുന്നു. ഉണക്കിയ കടൽ വെള്ളരിയെ ഫ്രഞ്ചിൽ ബെയ്ഷ് ഡെ മെയ്ഹ എന്നാണ് പറയുക. ഇതും കടലാമകളുടെ തോടും ശേഖരിച്ച് ഉണക്കി വയ്ക്കുവാനായിട്ട് ഡേവിഡ് വിപ്പിയെയാണ് പീറ്റർ ഡിലോൺ ചുമതലപ്പെടുത്തിയത്. വിപ്പി ഈ പണികളൊക്കെ ചെയ്തു തീർക്കുമ്പോഴേക്കും ഡിലോൺ തിരികെ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഡിലോൺ ഒരിക്കലും മടങ്ങി വന്നില്ല. അതോടുകൂടി ഈ ഡേവിഡ് വിപ്പി ഫിജിയൻ ദ്വീപുകളിൽ എന്നേക്കുമായിട്ട് അകപ്പെട്ടുപോയി. എന്നാൽ താൻ ഇവിടെ കുടുങ്ങിപ്പോയി, തൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ വിചാരിച്ചിട്ട് നിരാശനായിട്ട് ജീവിതം കളയാനായിട്ട് വിപ്പി ഒരുക്കമായിരുന്നില്ല. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അയാൾ ഫിജിയിലെ ആളുകളൊക്കെ ആയിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവരുടെ ഭാഷയും ആചാര രീതികളും പഠിക്കുകയും
അവരിൽ ഒരാളായി മാറുകയും ചെയ്തു. കൂടാതെ ബൗ ദ്വീപിലെ ചീഫിൻ്റെ അടുത്ത സുഹൃത്തായിട്ട് മാറിയ ഈ ഡേവിഡ് വിപ്പി അദ്ദേഹത്തിനായിട്ട് മറ്റ് ദ്വീപുകളിൽ പോയി കച്ചവടം നടത്തുകയും ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും ചെയ്തു. പിന്നീട് തിരികെ പോകുവാനായിട്ട് പല അവസരങ്ങൾ വന്നെങ്കിലും ഫിജിയിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് ഈ വിപ്പി തീരുമാനിച്ചത്. അങ്ങനെ പുറത്തുനിന്നും വരുന്ന കപ്പലുകളും ഫിജിയൻ ദ്വീപുകളും തമ്മിലുള്ള കച്ചവടത്തിൽ വിപ്പി ഇടനിലക്കാരനായും ദ്വിഭാഷിയുമായിട്ടും മാറി. ഓർക്കുക, 1824 വിപ്പി ഫിജിയിൽ അകപ്പെടുന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ട് 1825 നമ്മുടെ വില്യം ക്യാരിയും ഇവിടെ എത്തിപ്പെടുന്നത്. ചുരുക്കത്തിൽ ഈ വിപ്പി ക്യാപ്റ്റൻ പീറ്റർ ഡിലോണിനെയും കാത്തു കഴിയുന്ന വേളയിലാണ് ഇവർ തമ്മിൽ, ക്യാരിയും വിപ്പിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇങ്ങനെ ഒരു കപ്പൽ വന്ന് തകർന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു വെള്ളക്കാരൻ ഇവിടെ ഉണ്ട് എന്നറിയുകയും ക്യാരി എന്നാണ് ഇയാളുടെ പേര് എന്നും ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മുടെ ഈ വിപ്പി ഇപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ ഈ ക്യാരിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 1826 അവസാനമായിരിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. തനിക്കിനി ഇവിടം വിട്ടു പോകുവാൻ താല്പര്യമില്ല എന്നാണ് വിപ്പി ക്യാരിയോട് പറഞ്ഞത്. എന്നാൽ തങ്ങൾ മാത്രമല്ല, വേറെയും 2 വെള്ളക്കാർ കൂടി ഇവിടെ ചിതറിക്കിടക്കുന്ന ഏതൊക്കെയോ ദ്വീപുകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെന്നും അവരിൽ ഒരാൾ 10-ൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഇവിടെ താമസമുണ്ടെന്നും വിപ്പി പറഞ്ഞത് കേട്ടിട്ട് ക്യാരി ഒന്നും ഞെട്ടി. വിപ്പിക്ക് ഇവിടം വിട്ടു പോകണം എന്നില്ലായിരിക്കാം, എന്നാൽ ക്യാരിയുടെ സ്ഥിതി അതല്ല. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂട്ടക്കൊലപാതകം തന്നെയാവാം ക്യാരിയെ ഇവിടെ നിന്നും അകറ്റുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ വില്യം ക്യാരിയും കൂട്ടരും പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്ന അവരുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ബൗ ദ്വീപിലെ ചീഫ് വെള്ളക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിപ്പി പറഞ്ഞതോടെ ക്യാരിക്ക് ആശ്വാസമായി. ബൗ ദ്വീപിലെ മലനിരകളിൽ വേറെ ജാതി മനുഷ്യരാണ് ജീവിക്കുന്നത്. അവർ ഇടയ്ക്കിടെ മലയിറങ്ങി വന്നിട്ട് തീരത്ത് ജീവിക്കുന്ന ആളുകളുടെ ഗ്രാമങ്ങൾ ആക്രമിക്കുന്നത് പതിവാണ്. വെള്ളക്കാരുടെ തോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ബൗ ദ്വീപിലെ ചീഫ് അവരെയൊക്കെ തുരത്തുന്നത്. അതുകൊണ്ട് തന്നെ തോക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന, അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വെള്ളക്കാരെ അദ്ദേഹത്തിന് ഇഷ്ടവുമാണ്. ഇത്രയും പറഞ്ഞതോടെ നേരം ഇരുട്ടി തുടങ്ങി. ഡേവിഡ് വിപ്പിക്ക് പോകുവാനായിട്ട് സമയമായി. ക്യാരി പോകുവാൻ ഉദ്ദേശിക്കുന്ന ബൗ ദ്വീപിലേക്ക് താൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ശേഷം വിപ്പി അവിടെ നിന്നും യാത്രയായി. ക്യാരിയും ചീഫും 3 ദിവസങ്ങളാണ് ഈ മോട്ടുറുക്കി ദ്വീപിൽ കഴിഞ്ഞത്. 4-ാം ദിവസം രാവിലെ 10 മണിയോടെ അവർ ബൗ ദ്വീപിൽ എത്തിച്ചേർന്നു. ഉടൻ തന്നെ അവിടെയുള്ള ആളുകൾ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ചീഫിനെ കാണുവാനായിട്ട് തീരത്തേക്ക് ഇറങ്ങി വന്നു. പിറ്റേ ദിവസം പറഞ്ഞിരുന്നതുപോലെ തന്നെ ഡേവിഡ് വിപ്പിയും അവിടെ എത്തിച്ചേർന്നു. ഈ ഡേവിഡ് വിപ്പി താമസിക്കുന്ന ഒബാലവ് ദ്വീപിലേക്ക് ക്യാരിയെ അയാൾ ക്ഷണിക്കുകയും ചെയ്തു. ഒവാലു എന്ന് എഴുതിയിട്ട് ഒബാലവ് എന്നാണ് ഇത് വായിക്കുക. അങ്ങനെ 3 ദിവസങ്ങൾ ഡേവിഡ് വിപ്പിയോടൊപ്പം ഒബാലവ് ദ്വീപിൽ കഴിഞ്ഞ ശേഷം ക്യാരി തൻ്റെ ചീഫ് ഇപ്പോഴുള്ള ബൗ ദ്വീപിലേക്ക് തന്നെ തിരികെ എത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ തിരികെ ലക്കേബ ദ്വീപിലേക്ക് മടങ്ങുവാനായിട്ട് ക്യാരിക്ക് ഇപ്പോൾ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം കപ്പലുകൾ അടുക്കുവാൻ സാധ്യത കൂടുതലും ഈ ഭാഗത്താണ് ഉള്ളത്. മാത്രമല്ല, സുഹൃത്ത് ഈ ഡേവിഡ് വിപ്പി ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. അതുകൊണ്ട് താൻ തിരികെ വരുന്നില്ലെന്നും ഇനി ബൗ ദ്വീപിൽ താമസിക്കുവാനാണ് തനിക്ക് താല്പര്യമെന്നും ക്യാരി തൻ്റെ ചീഫിനെ അറിയിച്ചു. അദ്ദേഹത്തിന് അത് വലിയ വിഷമമുണ്ടാക്കി. എന്നാൽ ക്യാരി ഇനി മുതൽ ബൗ ദ്വീപിലാണ് കഴിയുന്നത് എന്ന് കേട്ടതോടെ അവിടുത്തെ ചീഫിന് സന്തോഷമാകുകയും ചെയ്തു. ഇവിടെ വന്ന് താമസിക്കുന്ന വിദേശീയരായിട്ടുള്ള ആളുകളെല്ലാം തനിക്ക് മക്കളെ പോലെയാണെന്നും അതുകൊണ്ട് ക്യാരി ഭയക്കേണ്ടതില്ല എന്നും ഒക്കെ അയാൾ വില്യം ക്യാരിക്ക് ഉറപ്പ് നൽകി. അദ്ദേഹത്തിന് വെള്ളക്കാരെ ഇഷ്ടപ്പെടുവാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. ചാർലി എന്നു പേരുള്ള മറ്റൊരു വെള്ളക്കാരൻ കുറേയേറെ വർഷങ്ങൾ ഈ ബൗ ദ്വീപിൽ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം ഈ ക്യാരിയോട് പറഞ്ഞത്. തനിക്ക് വേണ്ടി ഒട്ടേറെ യുദ്ധങ്ങളിലും ചാർലി പങ്കെടുത്തിരുന്നുവെന്നും ചീഫ് ക്യാരിയോട് പറഞ്ഞു. ക്യാരി മറ്റുള്ളവരോട് ചാർലിയെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു. എലീസ എന്നു പേരുള്ള കപ്പൽ തകർന്നാണ് ചാർലി ഇവിടെ അകപ്പെട്ടു പോയത്. ഇവിടെ എത്തിയ ആദ്യ വെള്ളക്കാരനായിരുന്നു ചാർലി. 3-4 തോക്കുകൾ കൂടി കപ്പലിൽ നിന്നും എടുക്കാനായതുകൊണ്ട് തന്നെ ചാർലി ചീഫിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. തോക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ചാർലി കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് വെടിമരുന്നും മറ്റും സുരക്ഷിതമായിട്ട് കരയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇത്തരമൊരു മനുഷ്യജീവിയെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ചാർലിയെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയമായിരുന്നു. ഈ സമയത്താണ് മുമ്പ് പറഞ്ഞ മലനിരകളിലെ ഗോത്രക്കാർ ഇവിടം ആക്രമിച്ചത്. ഈ ഒരു അവസരം ചാർലി ഉപയോഗപ്പെടുത്തി. തൻ്റെ കയ്യിലിരിക്കുന്ന തോക്കുകളൊക്കെ ആയിട്ട് താനും യുദ്ധത്തിന് വരാമെന്ന് അദ്ദേഹം ചീഫിനോട് പറയുകയും അനുവാദം വാങ്ങുകയും ചെയ്തു. യുദ്ധത്തിനിടയിൽ ചാർലി ശത്രുക്കളുടെ തലവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. വെടിവെച്ച് കേൾക്കുകയും എങ്ങനെയോ തങ്ങളുടെ തലവൻ മരിച്ചു വീഴുകയും ചെയ്തത് കണ്ടിട്ട് ഇതെന്തോ പൈശാചിക വിദ്യയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശത്രുക്കൾ പിന്തിരിഞ്ഞ് ഓടി. അതോടുകൂടി ചീഫും കൂട്ടരും അവരുടെ പുറകെ ചെന്ന് അവരെ ആകെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് കൂട്ടത്തിൽ ഒരാളെ പോലും നഷ്ടപ്പെടുത്താതെ അവർ ഒരു യുദ്ധം വിജയിച്ചു. സന്തോഷവാനായി ചീഫ് ചാർലിയെ തൻ്റെ സൈന്യത്തിൻ്റെ അധിപനായിട്ട് നിയമിക്കുകയും ചെയ്തു. എന്നാൽ ചാർലി കർക്കശക്കാരനായിരുന്നു. ചെറിയ കുറ്റങ്ങൾക്ക് പോലും ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് അയാൾ ചെയ്തിരുന്നത്. അവസാനം മറ്റൊരു യുദ്ധത്തിൽ ചാർലി വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ചാർലിയെ കൊണ്ട് ഉണ്ടായ അതേ ഉപയോഗം തന്നെയാണ് നമ്മുടെ വില്യം ക്യാരിയെ കൊണ്ടും കിട്ടുമെന്ന് ചീഫ് കരുതുന്നത്. പിന്നീട് 6 മാസങ്ങൾക്കുള്ളിൽ ചീഫിൻ്റെ കൂടെ ഒട്ടനവധി യുദ്ധങ്ങളിൽ ക്യാരി പങ്കെടുത്തു.
മുമ്പ് പറഞ്ഞതുപോലെ മൗണ്ടൻ ട്രൈബുകൾ തന്നെയായിരുന്നു പ്രധാന ശത്രുക്കൾ. അവർ മലയിറങ്ങി വന്ന് തീരത്തുള്ളവരുടെ ഗ്രാമങ്ങൾ ആക്രമിക്കുകയും വീടുകൾക്ക് തീയിടുകയും ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. തടവുകാരെ ഭക്ഷിക്കുന്ന രീതിയും ഇവർക്കുണ്ടായിരുന്നു. കോരോ ദ്വീപിലാണ് മൗണ്ടൻ ട്രൈബുകൾ കൂടുതലായും ഉണ്ടായിരുന്നത്. ഇതൊരു വോൾക്കാനിക് ഐലൻഡാണ്. കോരോ എന്നാൽ ഗ്രാമം എന്നാണ് അർത്ഥം. ഫിജിയൻ ദ്വീപുകളിൽ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് ഈ ദ്വീപിലെയാണ്. പക്ഷികൾ ധാരാളമുള്ള ഒരു ദ്വീപാണ് കോരോ. ഈ ദ്വീപിന്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് പാട്ടുപാടി കടലാമകളെ തീരത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ബൗണ്ടി കപ്പൽ ലഹള എന്ന പേരിൽ നമ്മൾ ചെയ്ത വീഡിയോയിലെ ബൗണ്ടി എന്ന കപ്പൽ 1789 മെയ് മാസത്തിൽ ഈ ദ്വീപിന്റെ അരികിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ ദ്വീപ് കണ്ട ആദ്യ യൂറോപ്യൻസ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. 1827 എപ്പോഴോ ആവണം വില്യം ക്യാരി കോരോ ദ്വീപ് ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബൗ ദ്വീപിലെ ചീഫിൻ്റെ കൂടെ ഇവിടെ എത്തിയത്. ആദ്യത്തെ ദിവസം തന്നെ അവർ 7ഓളം ശത്രു ഗ്രാമങ്ങളാണ് ചുട്ടരിച്ചത്. ഇതിനുശേഷം മലയുടെ മുകളിലേക്കാണ് അവർ യാത്ര തുടർന്നത്. ഇടതുറന്ന കാടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാരിയും കൂടെ ഉണ്ടായിരുന്ന ചീഫും കൂട്ടരും നന്നെ ക്ഷീണിക്കുകയും ചെയ്തു. രാത്രി മുഴുവനും ചുറ്റിനും ആളുകളെ കാവൽ നിർത്തിയാണ് ക്യാരിയും ചീഫും ഉറങ്ങുവാനായിട്ട് കിടന്നത്. എന്നാൽ ശത്രുക്കളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രാത്രി മുഴുവനും ചെണ്ടകൾ കൂട്ടുകയും ഉറക്കെ അലറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ക്യാരിക്ക് ശരിക്കും ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. പിന്നീട് രാവിലെ തന്നെ അവർ മലകയറ്റം ആരംഭിച്ചു. അവസാനം ഒരു വിധത്തിൽ മലമുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ശത്രുക്കളുടെ വലിയൊരു ഗ്രാമമാണ് ഉണ്ടായിരുന്നത്. ചുറ്റിനും വേലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. 1000ഓളം വരുന്ന ശത്രുക്കളാണ് ഗ്രാമത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചീഫ് തൻ്റെ ആളുകളെ വട്ടത്തിൽ കൂട്ടി നിർത്തിയിട്ട് ഒരു വലിയ പ്രസംഗം തന്നെ നടത്തി. അവസാനം തങ്ങൾ കൂടെയുണ്ട് എന്ന് ആളുകൾ ഉറക്കെ അലറുകയും അവർ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഉടൻ തന്നെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നും കല്ലേറും കുന്തമേറും ആരംഭിച്ചു. എന്നാൽ നമ്മുടെ ക്യാരി തിരിച്ച് വെടിവെക്കാൻ തുടങ്ങിയതോടെ ശത്രുക്കൾ നിശബ്ദരായി. അതോടുകൂടി അവർ സന്ധിക്ക് തയ്യാറായി. തിമിംഗലങ്ങളുടെ പല്ലുകളും അവരുടെ ചീഫിന്റെ മകളെയുമാണ് അവർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ക്യാരിയുടെ ചീഫ് അതെല്ലാം നിരസിച്ചു. ഉടൻ തന്നെ ക്യാരിയും കൂട്ടരും ഗ്രാമം ആക്രമിക്കുകയും വൈകാതെ തന്നെ അത് പിടിച്ചെടുക്കുകയും ചെയ്തു. ഭൂരിഭാഗം ആളുകളും അടുത്തുള്ള കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ചീഫിന്റെ സൈന്യം 40ഓളം ആളുകളെ വധിക്കുകയും ചെയ്തു. ഇതിനിടെ ശത്രുക്കളിൽ ഒരാൾ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു തെങ്ങിന്റെ മുകളിലേക്ക് കയറിയത് കൂട്ടച്ചിരി ഉണ്ടാക്കി. ആളുകൾ അയാളുടെ താഴെ ഇറങ്ങി വരുവാൻ പറഞ്ഞെങ്കിലും ഭയം കാരണം അയാൾ അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരുന്നു. ക്യാരി വെടിവെച്ചെങ്കിലും അവനെ പരിക്കേൽപ്പിക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതോടുകൂടി കലിമൂത്ത ചീഫ് ആ തെങ്ങ് വെട്ടിയിടുവാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും താഴെ വീണ അവനെ അവർ വധിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം വിജയിച്ച അവര് താഴെ തീരത്തുള്ള തോണികളിലേക്ക് മടങ്ങി. 6ഓളം സ്ത്രീകളെയും അവർ തടവുകാരായിട്ട് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ശത്രുക്കളിൽ ചില ആളുകളുടെ ശവശരീരങ്ങളും അവർ തോണികളിൽ കയറ്റി. യുദ്ധം കഴിഞ്ഞുള്ള ചില ആചാരങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്. കുറേയേറെ ദിവസങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഇക്കൂട്ടത്തിലെ ചെറുപ്പക്കാർക്ക് സ്വന്തം വീട്ടിലൊന്ന് കയറാനായിട്ട് സാധിക്കുക. ഈ ഒരു കാലയളവിലാണ് മറ്റൊരു ദ്വീപായിട്ടുള്ള റേവർ ഐലൻഡിൽ നിന്നും കുറച്ച് ആളുകൾ ഇവിടെ എത്തിയത്. നമ്മുടെ ഈ വില്യം ക്യാരി ഒട്ടനവധി ദ്വീപുകളുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. കേട്ടുകേൾവി വെച്ചിട്ടാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അതിനാൽ തന്നെ ആ പേരുകൾ ഇപ്പോൾ നിലവിലുമില്ല. നമ്മൾ ഇതുവരെയും പറഞ്ഞ പേരുകളെല്ലാം തന്നെയും ഭൂപടം വെച്ച് നമ്മൾ തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പോൾ പറഞ്ഞ റേവർ ദ്വീപ് ക്യാരി ഇപ്പോഴുള്ള ബൗ ദ്വീപിൽ നിന്നും 7-8 മൈലുകൾ ദൂരെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൂരത്തിൽ വേറെ 2 ദ്വീപുകൾ ഉണ്ടെങ്കിലും ക്യാരി പറയുന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നില്ല. ക്യാരിക്ക് ദൂരം തെറ്റിയതാവാനാണ് സാധ്യത. അതുകൊണ്ട് ക്യാരി ഉപയോഗിച്ച റേവർ എന്ന പേര് തന്നെയാണ് നമ്മളും ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ദ്വീപിന്റെ ലൊക്കേഷൻ ഇതുവരെയും മനസ്സിലായിട്ടില്ല. അവിടെ നിന്നും ബൗ ദ്വീപിലേക്ക് വന്നവർ 2 വഞ്ചികൾ ഒരുമിച്ച് ചേർത്ത് കെട്ടിയാണ് തുഴഞ്ഞെത്തിയത്. താൻ ഫിജിയൻ ദ്വീപുകളിൽ കണ്ടതിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ എന്നാണ് ഈ റേവർ ദ്വീപിലെ ആളുകളെ ക്യാരി വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ആ ദ്വീപിൽ ഒരു പുഴയും ഒഴുകുന്നുണ്ടായിരുന്നു. അതിൻ്റെ തീരത്തൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തെന്നില്ലാത്ത ഒരു സമാധാനം ക്യാരിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ ദ്വീപിലെ ചീഫിന്റെ സഹോദരനോട് അനുവാദം വാങ്ങിയ ശേഷം ക്യാരി റേവർ ദ്വീപിൽ താമസമാക്കി. ക്യാരിക്ക് ഇപ്പോഴും ഈ റേവർ ദ്വീപിൽ താമസിക്കാനായിട്ട് അനുവാദം കൊടുത്ത ആ ഒരാൾ അവിടുത്തെ ഒരു പ്രധാന ചീഫാണ്. അദ്ദേഹത്തിന് ഒട്ടനവധി സഹോദരന്മാരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ തികഞ്ഞ യോദ്ധാക്കളുമായിരുന്നു. ഇക്കൂട്ടത്തിൽ മുതിർന്ന ആളായിരുന്നു രാജാവ്. അതായത് ഇയാളൊരു സഹോദരനാണ് രാജാവ്. എന്നാൽ മറ്റുള്ള പല സഹോദരന്മാർക്കും അയാൾ രാജാവായത് ഇഷ്ടമായിരുന്നില്ല. അതിനാൽ അവർ അയാൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് അയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ ക്യാരി മുൻപ് താമസിച്ചിരുന്ന ബൗ ദ്വീപിലേക്ക് ബാക്കിയുള്ള സഹോദരന്മാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 1 വർഷക്കാലം ദ്വീപിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് വില്യം ക്യാരി റേവർ ദ്വീപിൽ എത്തിച്ചേരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിച്ചു. ഒരു ദിവസം രാജാവിൻ്റെ ശത്രുക്കളിൽ ഒരാളായിരുന്ന ഒരു സഹോദരൻ ബൗ ദ്വീപിൽ നിന്നും അങ്ങോട്ടേക്ക് ഓടിപ്പോയ ഒരാളാണ്. അയാൾ ആ ദ്വീപിൽ നിന്നും ഒരു തോണിയിൽ
രഹസ്യമായിട്ട് റേവർ ദ്വീപിൽ എത്തിച്ചേർന്നു. നല്ല മഴയുള്ള മൂടിക്കെട്ടിയ ഒരു സായാഹ്നമായിരുന്നു അത്. ബൗ ദ്വീപിൽ നിന്നും വന്നയാൾ, ആ സഹോദരൻ, രഹസ്യമായിട്ട് കരയിൽ ഇറങ്ങുകയും രാജാവിൻ്റെ വീടിൻ്റെ അരികിലെത്തുകയും ചെയ്തു. വീടിൻ്റെ ഉള്ളിൽ കാര്യമൊന്നും അറിയാതെ വിശ്രമിച്ചിരുന്ന തൻ്റെ സഹോദരൻ്റെ നേർക്ക് അയാൾ നിറയൊഴിക്കുകയും ഞൊടിയിട കൊണ്ട് അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. വെടിവെച്ച കേട്ട ആളുകൾ പുറകെ ഓടിയെങ്കിലും അവനെ പിടികൂടുവാൻ സാധിച്ചില്ല. വെടിയേറ്റ രാജാവ് അധികം വൈകാതെ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിലാണ് ക്യാരി ദ്വീപിലെ ഏറ്റവും ക്രൂരമായ ആചാരങ്ങളിലൊന്ന് നേരിൽ കണ്ടത്. രാജാവിനെ സംസ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ കൂടി ശ്വാസം മുട്ടിച്ച് കൊന്ന് കുഴിച്ചു മൂടുന്നത് കണ്ട് വില്യം ക്യാരി ശരിക്കും ഞെട്ടിപ്പോയി. പിറ്റേ ദിവസം ദ്വീപ് നിവാസികൾ തലമുണ്ടനം ചെയ്യുകയും കുട്ടികളുടെ ചെറുവിരൽ മുറിച്ചു കളയുകയും ചെയ്തു. ഇത്തരം ദുരാചാരങ്ങളൊക്കെ ശരിക്കും പസഫിക് ദ്വീപുകളിൽ നിലവിലുണ്ടായിരുന്നത് തന്നെയാണ്. അങ്ങനെ ഇതുപോലെ ഞെട്ടിയും അത്ഭുതപ്പെട്ടും വില്യം ക്യാരി റേവർ ദ്വീപിൽ കഴിഞ്ഞുകൂടി. ഒരു ദിവസം വൈകുന്നേരം ക്യാരി തൻ്റെ ചീഫിൻ്റെ കൂടെ കുടിലിൽ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ശേഷം കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുവാനായിട്ട് അവർ നിലത്തിരുന്ന സമയം അതിഭീകരമായ ഒരു ശബ്ദം കേട്ട് ക്യാരി ഞെട്ടി. കൂടെയിരുന്ന ചീഫ് ഉടൻ തന്നെ അലറിക്കൊണ്ട് വെളിയിലേക്ക് ഓടുകയും ചെയ്തു. ക്യാരിയുടെ മുന്നിൽ വെച്ചിരുന്ന ഭക്ഷണമൊക്കെ പല വഴിക്കും മറിഞ്ഞ് ചിതറി. ഭയന്നുപോയ ക്യാരി ഓടി വെളിയിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. അതൊരു ഭൂമികുലുക്കമായിരുന്നു എന്ന് ക്യാരിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഫിജിയൻസിന്റെ വിശ്വാസപ്രകാരം ഡെങ്കി എന്നൊരു കൂറ്റൻ സർപ്പം ഏതോ ഒരു ദ്വീപിൽ സുഖനിദ്രയിൽ കഴിയുന്നുണ്ട്. അത് അവരുടെ ക്രിയേറ്റർ ഗോഡാണ്. ഒരു കാലത്ത് ഭൂമി മുഴുവനും ചുറ്റിത്തിരിഞ്ഞിരുന്ന ഈ ഒരു സർപ്പന്റ് ഗോഡ് ഇപ്പോൾ നിദ്രയിലാണ്. ഡെങ്കി ഉറക്കത്തിനിടയിൽ മറിയുകയും തിരികുകയും ചെയ്യുമ്പോഴാണ് ഭൂമി ഉൽക്കം ഉണ്ടാവുന്നത്. അത് ചീറ്റുമ്പോഴേക്കും കൊടുങ്കാറ്റും പേമാരിയുമാണ് ഉണ്ടാവുക. സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള കവാടത്തിലാണ് ഡെങ്കി കിടക്കുന്നത്. കടലിൽ നിന്നും മീൻ കിട്ടാതിരിക്കുന്നതും വിളകൾ നശിക്കുന്നതും വരൾച്ച ഉണ്ടാകുന്നതെല്ലാം ഡെങ്കിയുടെ ശവമാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഈ ക്യാരിയുടെ സുഹൃത്ത് ഡേവിഡ് വിപ്പിയുടെ സന്ദേശവുമായിട്ട് ഒരാള് വില്യം ക്യാരിയുടെ അരികിൽ എത്തിച്ചേർന്നു. നാട്ടുകാർ പുറം കടലിൽ ഒരു കപ്പൽ കണ്ടു എന്നായിരുന്നു വിപ്പി അറിയിച്ചത്. ദ്വീപ് നിവാസികളിൽ ചിലർ കപ്പലിൽ കയറുകയും ക്യാപ്റ്റനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ചന്ദനത്തടികൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. വിപ്പി പറയുന്നത് നമുക്ക് ആ കപ്പൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തണം എന്നാണ്. അതുകൊണ്ട് ക്യാരി ഇപ്പോൾ തന്നെ വിപ്പിയുടെ അരികിൽ എത്തിച്ചേരുകയും വേണം. ചന്ദനം യാസി എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. സന്താലം യാസി എന്ന ഇനമാണ് ഫിജിയൻ ദ്വീപുകളിൽ ഉള്ളത്. അങ്ങനെ ക്യാരി പിറ്റേ ദിവസം തന്നെ വിപ്പിയുടെ അരികിലേക്ക് പോകുവാൻ തന്നെ തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി നന്നായിട്ട് ഉറങ്ങുവാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. 2 വള്ളങ്ങൾ ഒരുമിച്ച് ചേർത്ത് കെട്ടി അതിലാണ് വിപ്പിയും ക്യാരിയും മറ്റ് 24 ആളുകളും കപ്പൽ തിരക്കി ഇറങ്ങിയത്. അങ്ങനെ 4-ാം ദിവസം അകലെ നിന്നും ഒരു വള്ളം തങ്ങളുടെ നേർക്ക് വരുന്നത് അവർ കണ്ടു. ശത്രുക്കളാണ് എന്ന് കരുതിയിട്ട് അവർ തോക്കുകളും മറ്റ് ആയുധങ്ങളും എടുത്ത് തയ്യാറായിട്ടിരിക്കുകയും ചെയ്തു. എന്നാൽ ആ തോണി അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു വെള്ളക്കാരൻ അതിലിരിക്കുന്നതാണ് അവർ കണ്ടത്. അവർ തിരക്കി നടന്ന കപ്പലിലെ സെക്കൻഡ് ഓഫീസറായിരുന്നു, സെക്കൻഡ് മേറ്റ് ആയിരുന്നു അത്. ഡ്രൈവർ എന്നായിരുന്നു അയാളുടെ പേര്. ക്ലേ എന്ന പേരുള്ള ആ കപ്പലിലെ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ഫോർഡ് എന്നൊരു മനുഷ്യനായിരുന്നു. കേട്ടതുപോലെ കടൽ വെള്ളരിയും ചന്ദനമരങ്ങളും തിരക്കി ഇറങ്ങിയ ഒരു കപ്പലായിരുന്നു അത്. ഫിലിപ്പീൻസിലെ മനില ആയിരുന്നു അവരുടെ കച്ചവട കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചരക്കുകൾ ശേഖരിച്ച് കഴിഞ്ഞാൽ അവർ അത് കൊണ്ടുചെന്നിട്ട് ഈ മനിലയിൽ കൊണ്ടുചെന്ന് വിൽക്കുകയാണ് പതിവ്. സംഭവം കേട്ടതോടെ ഡേവിഡ് വിപ്പിയുടെ കച്ചവട ബുദ്ധി പ്രവർത്തിച്ചു. കടൽ വെള്ളരിയും ചന്ദനവും ഒക്കെ തൻ്റെ കൂടെ വന്നാൽ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അയാൾ ഓഫീസറെ കൂടെ കൂട്ടി. അങ്ങനെ വിപ്പി അയാളുടെ തോണിയിൽ പോവുകയും ക്യാരി നേരെ കപ്പലിലേക്ക് പോവുകയും ചെയ്തു. കപ്പലിൽ ക്യാപ്റ്റൻ വാണ്ടഫോറിന് ക്യാരിയെ കണ്ടപ്പോഴേക്കും വളരെയധികം സന്തോഷമായി. ഫിജിയൻ ദ്വീപുകളിൽ ഇംഗ്ലീഷും നാട്ടുഭാഷയും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളെ കിട്ടുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദ്വിഭാഷയായിട്ട് കപ്പലിൽ ജോലി ചെയ്യുവാനായിട്ട് വാണ്ടഫോർഡ് ക്യാരിയോട് ആവശ്യപ്പെടുകയും ക്യാരി അത് സമ്മതിക്കുകയും ചെയ്തു. 1827 ഒക്ടോബർ മാസമായിരുന്നു അത്. കപ്പൽ കടൽ വെള്ളരിയും സാൻഡൽവുഡും ധാരാളമുള്ള ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ചീഫിൻ്റെ അനുവാദത്തോടെ അവർ തീരത്തിനോട് ചേർന്ന് കടൽ വെള്ളരിയും മറ്റും ഉണക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു. കപ്പലിലെ പീരങ്കികളുടെ ദൂരപരിധിക്കുള്ളിൽ തന്നെ ഷെഡ് നിർമ്മിക്കാനാണ് വാണ്ടഫോർഡ് ശ്രമിച്ചത്. നാട്ടുകാർ കാല് മാറിയാൽ ഈ ഷെഡിലുള്ള തങ്ങളുടെ ചരക്കുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. അങ്ങനെ ഇവർക്ക് വേണ്ടുന്ന സ്റ്റോർ റൂം തയ്യാറായി. അതോടുകൂടി നാട്ടുകാർ വലിയ തോതിൽ കടൽ വെള്ളരികൾ കടലിൽ നിന്നും ശേഖരിക്കുകയും അത് ഷെഡിൽ ചാർജുള്ള ഓഫീസർക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഇത് ഉണക്കിയെടുത്തിട്ട് പിന്നീട് കപ്പലിലേക്ക് മാറ്റുന്നത്. ഇതിനിടെ ഡേവിഡ് വിപ്പിയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സെക്കൻഡ് മേറ്റ് ഡ്രൈവറും മടങ്ങിയെത്തി. അവർ കടൽ വെള്ളരിയും ചന്ദനമരങ്ങളും ധാരാളമുള്ള ഒരു ദ്വീപ് കണ്ടെത്തുകയും ഇതുപോലൊരു ഷെഡ് അവിടെ നിർമ്മിക്കുകയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് കേട്ടതോടെ ഇവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ചിട്ട് കപ്പൽ അങ്ങോട്ടേക്ക് നീങ്ങി. അവിടെ നിന്നും അവർക്ക് ആവശ്യമുള്ളത്ര സീ കുക്കുംബറും സാൻഡൽവുഡും ലഭിക്കുകയും ചെയ്തു. ഇത് കൂടാതെ ധാരാളം പച്ചക്കറികളും പഴങ്ങളും അവർ നാട്ടുകാരിൽ നിന്നും വാങ്ങുന്നുണ്ടായിരുന്നു. കൂടാതെ തോക്കുകളും അവർ വിൽക്കുന്നുണ്ടായിരുന്നു.
16 കുട്ടകൾ നിറയെ കടൽ വെള്ളരിയായിരുന്നു ഒരു തോക്കിന്റെ വില. 6 ദിവസങ്ങൾ കൊണ്ടാണ് അത്രയും സീ കുക്കുംബർ അവർക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കുക. അവസാനം കപ്പൽ നിറയെ ചരക്കുകൾ കിട്ടിയതോടുകൂടി ക്യാപ്റ്റൻ വാണ്ടർഫോർഡ് മനിലയിലേക്ക് മടങ്ങുവാൻ തന്നെ തീരുമാനിച്ചു. ശേഷം ഇങ്ങോട്ടേക്ക് മടങ്ങി വരാനായിരുന്നു തീരുമാനം. എന്നാൽ ക്യാരിക്ക് മനിലയിലേക്ക് പോകുവാനായിട്ട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ തൽക്കാലം ഫിജിയൻ ദ്വീപുകളിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ക്യാരി തീരുമാനമെടുത്തു. അന്ന് 1828 ഫെബ്രുവരി 17-ാം തീയതിയായിരുന്നു. ക്യാരിയുടെ മുങ്ങിപ്പോയ കപ്പൽ ഒയിനോയുടെ ഉടമസ്ഥര് അമേരിക്കയിലെ നൻഡക്കറ്റിലാണ് ഉള്ളത്. അവിടെ നിന്നുള്ള കച്ചവടക്കാർ ഒരു പക്ഷേ മനിലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരി അവർക്കായിട്ട് ഒരു ലെറ്റർ എഴുതി ക്യാപ്റ്റൻ വാണ്ടർഫോർഡിനെ ഏൽപ്പിച്ചു. കപ്പൽ മുങ്ങി നാവികർ കൊല്ലപ്പെട്ടതും താൻ ഇവിടെ അകപ്പെട്ടതും ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മനിലയിൽ പോയിട്ട് കച്ചവടമൊക്കെ നടത്തിയിട്ട് ഈ വാണ്ടർഫോർഡ് കപ്പലുമായിട്ട് തിരികെ എത്തുന്നതുവരെയും കാത്തിരിക്കാമെന്നായിരുന്നു ഈ ക്യാരി ക്യാപ്റ്റനോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ക്യാരി ഈ കത്ത് ക്യാപ്റ്റന് കൈമാറി. ക്യാപ്റ്റൻ സമ്മാനമായിട്ട് ക്യാരിക്കും വിപ്പിക്കും ഓരോ തോക്കുകളും ധാരാളം വെടിമരുന്നും ഒട്ടനവധി വേറെ സമ്മാനങ്ങളും നൽകിയാണ് യാത്ര അയച്ചത്. ഇനി ക്യാപ്റ്റൻ വാണ്ടർഫോർഡോ അല്ലെങ്കിൽ മനിലയിൽ നിന്നും മറ്റേതെങ്കിലും കപ്പലോ വരാനുള്ള നീണ്ട കാത്തിരിപ്പാണ്. അങ്ങനെ ക്യാപ്റ്റൻ വാണ്ടർഫോർഡും കപ്പലും പോയ ശേഷം നമ്മുടെ ഈ ക്യാരി ഡേവിഡ് വിപ്പിയുടെ കൂടെ കഴിയുന്ന വേളയിലാണ് അടുത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. 2 വെള്ളക്കാരോടും തങ്ങളുടെ കൂടെ ചേരുവാൻ വേണ്ടിയിട്ട് ചീഫ് ആവശ്യപ്പെട്ടതോടെ ക്യാരിയും വിപ്പിയും യുദ്ധത്തിന് തയ്യാറായി. 20 വഞ്ചികൾ നിറയെ പോരാളികളൊക്കെ ആയിട്ടാണ് അവർ ശത്രുക്കളുടെ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിയത്. പോകുന്ന വഴി അടുത്ത ദ്വീപുകളിലെ ആളുകളും തങ്ങളുടെ വഞ്ചികളൊക്കെ ആയിട്ട് അവരോടൊപ്പം ചേരുന്നുണ്ടായിരുന്നു. ദ്വീപിലെത്തിക്കഴിഞ്ഞ ശേഷം ചീഫ് ആളുകളെ 2ആയിട്ട് ഭാഗിച്ചു. ഒരു കൂട്ടർ കരയിലൂടെ, മറ്റൊരു കൂട്ടർ വെള്ളത്തിൽ ഈ വഞ്ചികളിൽ, അങ്ങനെ വേണം ഇനി നീങ്ങുവാനായിട്ട്. അവസാനം അവർ ശത്രുക്കളുടെ ഗ്രാമത്തിനടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പതിവ് പോലെ അസ്ത്രങ്ങളും കല്ലുകളും അവരുടെ നേർക്ക് പാഞ്ഞു വന്നു. വെള്ളക്കാരായ ക്യാരിയുടെയും വിപ്പിയുടെയും നേർക്കാണ് കൂടുതലും വന്നത്. ഡേവിഡ് വിപ്പിയാണ് ചീഫിന്റെ സംഘത്തെ നയിച്ചത്. അവർ ശത്രുഗ്രാമത്തിന്റെ വേലികൾ തകർത്ത് അകത്ത് പ്രവേശിച്ചു. ഓടി രക്ഷപ്പെടാൻ സാധിക്കാതിരുന്ന സകലരെയും അവർ വധിച്ചു കളഞ്ഞു. ശേഷം ഗ്രാമത്തിലുള്ളതൊക്കെ കൊള്ളയടിച്ച് അവരത് അഗ്നിക്കിരയാക്കുകയും ചെയ്തു. അവസാനം വിജയഗീതങ്ങൾ പാടി കൂവിയും ഒച്ചവെച്ചും ആഘോഷിച്ച് അവർ മടങ്ങി. യുദ്ധം കഴിഞ്ഞ് ക്യാരി റവർ ദ്വീപിലേക്കാണ് മടങ്ങിയത്. അവിടെ ഏകദേശം 2 ആഴ്ചയോളം ക്യാരി താമസിച്ചു. അങ്ങനെ ഒരു ദിവസം തൊട്ടടുത്ത ദ്വീപിൽ നിന്നും ഒരു സന്ദേശവാഹകൻ റവർ ദ്വീപിലെ ചീഫിന്റെ അരികിലെത്തുകയും ഒരു വാർത്ത അറിയിക്കുകയും ചെയ്തു. ശത്രുക്കൾ അവരുടെ ദ്വീപിൽ ഏത് നിമിഷവും എത്തിച്ചേരും. അവർ ഇപ്രാവശ്യം ഒട്ടനവധി ആളുകളാണ് ഉള്ളത്. ഇവിടെ നിന്നും സഹായം കിട്ടിയില്ലെങ്കിൽ അവർ തങ്ങളുടെ ഗ്രാമം ചുട്ടരിക്കും. ഇതായിരുന്നു ആ സന്ദേശം. ഇപ്രാവശ്യം നേരിട്ട് പോകുന്നതിന് പകരം ശത്രുക്കളെ നേരിടുന്ന ജോലി പക്ഷേ വില്യം ക്യാരിയെയാണ് ചീഫ് ഏൽപ്പിച്ചത്. ക്യാരിയുടെ ഫിജി ദ്വീപുകളിലെ സാഹസിക ജീവിതത്തിന്റെ അവസാന ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, കേൾക്കാം. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ചിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ 26 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. ഇനി 4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.